ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെ. ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സമൂസ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിക്കാം. ഇവിടെ ചെയ്യുന്ന ഇവിടെ ഞാൻ 1/2 കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട്. കോഴി ഇറച്ചിയാണ്. അതിൻ്റെ മാംസം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യം മഞ്ഞളും കുരുമുളകും ഉപ്പും ഇട്ടിട്ടാണ് നമ്മളിത് വേവിക്കാനുള്ളത്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മുടെ എരി അനുസരിച്ച്, എരിക്ക് ആവശ്യം എത്ര എരി വേണോ അതനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടി ഇടണം. നമുക്കിപ്പോൾ ഇവിടെ ഒരു സ്പൂണ് കുരുമുളക് പൊടിയാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഇടുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ്, അതായത് 2 പിസിൽ കേൾക്കുന്നത് വരെ നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ആവശ്യം സവാള, മല്ലിയില, വെളുത്തുള്ളി, ഇത് ഇത്രയും സാധനമാണ് നമുക്കിനി ഇതിന് വേണ്ടുന്നത്. സമൂസ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ നമുക്കത് കുതിർത്ത് വേവിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അത് ചേർക്കണില്ല. ചിക്കനും ഉള്ളിയും മാത്രമാണ് നമ്മളിതിൽ മെയിനായിട്ട് എടുക്കുന്നത്. നമ്മുടെ സമൂസയുടെ ഫില്ലിങ്ങിനുള്ള മസാല ഇവിടെ റെഡി ആവുകയാണ്. സവാള നമ്മളൊരു 6 സവാള എടുത്തു. ചെറിയ സവാളയാണ്. 6 എണ്ണം എടുത്ത് നമ്മൾ ആ ചെറിയ കളർ വ്യത്യാസം വന്ന് തുടങ്ങുന്നുണ്ട്. സവാള റെഡി ആവുകയാണ്. നമ്മൾ അടുപ്പത്ത് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കണം. ഇങ്ങനെ ഈ കളറായി വരണം. ചെറിയൊരു കളർ വ്യത്യാസമായി വരുമ്പോൾ സവാള വേവും. ഇവിടെ നമ്മൾ ഇതിൽ ഫസ്റ്റ് ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കേണ്ടത് മഞ്ഞളാണ്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾ ചേർക്കുക. 1/2 സ്പൂൺ മഞ്ഞൾ ചേർത്തു. മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കാശ്മീർ ചില്ലി. കുറച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ അധികം മുളക് പൊടി ഇടുന്നില്ല. കാരണം എരി കുറച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇടേണ്ടത് ഗരം മസാലയാണ്. 1 സ്പൂണ് ഗരം മസാല ഇടണം. ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് ഗരം മസാലയാണ് ഇടേണ്ടത്. ഗരം മസാല ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് പെരുംജീരകമാണ്. അത് നമ്മൾ ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണ് പെരുംജീരകം ഇട്ടു. ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. മസാല നല്ലതുപോലെ ഉള്ളിയിൽ പിടിച്ചിട്ട് നമ്മളിതിലേക്ക് ഇനി ഇടേണ്ടത് ചിക്കനാണ്. നമ്മൾ ചിക്കൻ വേവിച്ച് ഇവിടെ ചെറിയ പീസാക്കി ഇങ്ങനെ ഉടച്ച്, കൈകൊണ്ട് നമ്മൾ ഉടച്ച് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഇട്ട് സവാളയിലിട്ട് നമുക്കിതിലേക്ക് ഇടേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില അരിഞ്ഞ് വെച്ച് മല്ലിയില ഇട്ട്. വീഡിയോ ഞാൻ തന്നെ പിടിക്കുന്നത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കാണാൻ പറ്റുന്നത്. കാരണം ഫുള്ള് കവർ ചെയ്ത് കാണാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നോമ്പ് സമയത്ത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ നമ്മുടെ വീട്ടിൽ തന്നെ സമൂസ ഉണ്ടാക്കാൻ എളുപ്പമൊരു വഴിയാണ് ഇത്. ഈ ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കുക. സീറ്റ് വാങ്ങി നിറച്ച് കവറിലാക്കി, സീറ്റ് നമ്മൾ ഫില്ലിങ് നിറച്ചിട്ട് നമുക്കൊരു കുറേ സാധനം ഉണ്ടാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. 1 മാസം വരെ കേട് വരാതിരിക്കും. നമുക്ക് സീറ്റ് വാങ്ങിയാൽ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ നല്ല എണ്ണയിൽ പൊരിച്ചെടുക്കാൻ പറ്റും. പുറത്തുനിന്ന് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണ്ട. നോമ്പ് 30 നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ 1 മാസത്തേക്ക് അത് ഫ്രീസറിലിരിക്കും.
ഉണ്ടാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കി വയ്ക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടിന്നിലാക്കി അടച്ച് വയ്ക്കുക. അങ്ങനെ ചെയ്താൽ ഇരിക്കും. നമ്മുടെ ലീഫ് ഇതാ ഇവിടെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളതാ ഇത് റെഡിയായി, ഫില്ലിങ് റെഡിയായി. നമ്മളിവിടെ ലീഫ് നിറച്ചു. ഇതിങ്ങനെ മടക്കി വെച്ചു. ഇതിലേക്ക് മൈദ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തൊട്ടിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക, ഒട്ടിക്കണം. ഇതാ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച്. ഇതാ കാണിക്കാം.